നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്ന് 78ാമത് വർഷമാണ്. എൻ്റെ എല്ലാ മക്കളും സ്കൂളുകളിൽ പോയിട്ടുണ്ടാകും. പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് മധുരമൊക്കെ കഴിച്ചിട്ടായിരിക്കും വീടുകളിൽ എത്തിച്ചേർന്നത് അല്ലേ? ഈ ഒരു നിമിഷത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കിട്ടിയതല്ല അല്ലേ? ഒരുപാട് പേരുടെ രാപ്പകൽ അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായാണ് നാം ഇന്ന് എന്ത് ചെയ്യുന്നത്? സഹനത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് നാം ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യമെല്ലാം അനുഭവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം ഇനി എല്ലാ കാലവും നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ചുകൊണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ ദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ ഈ ഒരു ദിനത്തിൽ നമ്മൾ മറന്നു പോകാൻ വീണ്ടും പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ കാവലാളാകുന്നത് അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിർത്തികളിൽ നിന്ന് പോരാടുന്ന ഒത്തിരി സൈനികന്മാരുണ്ട്. അവരെല്ലാം ഒരുപാട് നന്ദിയോടെ ഈ നിമിഷം ഓർക്കുകയാണ്. അവർക്കെല്ലാം ദൈവം ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് നമ്മെ എല്ലാവരെയും വീണ്ടും കാത്ത് സംരക്ഷിക്കാനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ? ഈ ലോകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും സേവനം തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിനുള്ള കരുത്ത് നൽകട്ടെ. ഒപ്പം നാളേക്കുള്ള നല്ലൊരു പൗരനായി മാറാൻ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം നല്ലതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എന്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ മക്കളെ, ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു? യാത്രാ വിവരണം എന്താണെന്ന് നോക്കിയല്ലേ? എന്തായിരുന്നു യാത്രാ വിവരണം? നമ്മുടെ എഴുത്തുകാരൻ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്ന് വെക്കുക. ഒരു ദേശത്തിന്റെ ഭാഷ, സംസ്കാരം, ആഹാരരീതി, വേഷം തുടങ്ങിയവയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് എന്ത്? യാത്രാ വിവരണം എന്ന് പറയുന്നതെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സഞ്ചാര സാഹിത്യം എന്താണെന്ന് പഠിച്ചു അല്ലേ? സഞ്ചാര സാഹിത്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എഴുതിയത് ആരാ? പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകമായിരുന്നു ആദ്യത്തെ കൃതി എന്നും, ആ ഒരു മേഖല, മലയാളത്തിലെ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്ന മേഖല വിപുലമാക്കിയത് എസ്.കെ. പൊറ്റേക്കാടിന്റെ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വഴിയാണെന്നും ഇന്നലെ നമ്മൾ നോക്കിയത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? എങ്ങനെ നമ്മൾ യാത്രാ വിവരണം എങ്ങനെ എഴുതാം അല്ലേ? ആകർഷകമായ തലക്കെട്ട്, നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ആകർഷകമായ തലക്കെട്ട് ഉണ്ടാകണം. ഖണ്ഡിക തിരിച്ചു തന്നെ എഴുതണം. കണ്ട കാഴ്ചകളെ വർണ്ണിച്ച് കണ്ണിൽ കാണുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ട് എഴുതണം. അവസാനം ആ സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് എന്താണ്, എനിക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി എന്നുള്ളത് അവസാനം എഴുതണമെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞേ? നാളെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ക്ലാസ് ഇടും അല്ലേ? ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇടും. ക്ലാസ്സിൽ എന്തുണ്ടാവും? ഒരു യാത്രാ വിവരണക്കുറിപ്പുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യാത്രാ വിവരണം എഴുതി തുടങ്ങാം. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെ ചുരുക്കിയായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുക, സൈഡിൽ കൊടുത്തിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ? നമ്മളപ്പോ ഒരു യാത്ര പോവാൻ പോവാ. എവിടെ? കന്യാകുമാരിയിലോട്ട്. എങ്ങോട്ടാടാ? കന്യാകുമാരി കടൽ കാണാൻ പോവാണ്. തമിഴ്നാട്ടിലാണ് കന്യാകുമാരി കടല്. അപ്പൊ നിങ്ങളുടെ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ? നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യണം? കന്യാകുമാരിയിലോട്ട് പോകണം. പോയിട്ട് എന്ത് ചെയ്യാം? ഒരു ദിവസം മുഴുവൻ അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ ആ ത്രില്ലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ പോയി കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുക? യാത്രാ വിവരണം എഴുതാൻ പോവുക. അപ്പൊ യാത്രാ വിവരണം ഇവിടെ കാണിക്കും. ടീച്ചർ പറയുന്നതിനൊക്കെ ചുരുക്കിയായിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി എഴുതുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ തലക്കെട്ട് എന്ത് ചെയ്യാം? നമുക്ക് അവസാനം ഞാൻ തലക്കെട്ട് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാലല്ലേ എന്ത് തലക്കെട്ട് കൊടുക്കണമെന്ന് ഓർമ്മ വരും. അപ്പൊ ഞാൻ പറഞ്ഞു തരികയല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ നമ്മുടെ ആകാംക്ഷ എഴുതണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇന്നലെ രാത്രി മുതലുള്ള സംഭവങ്ങൾ കൊണ്ട് തുടങ്ങാം. യാത്രകളെന്നും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയും. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നാളെ രാവിലെ കന്യാകുമാരിയിൽ പോകാം, അവിടെ ഒരു കടലുണ്ടത്രേ. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ നിറയെ മോഹമാണിപ്പോ. അടിച്ചു വരുന്ന തിരമാല കാണാൻ, മീൻപിടുത്തക്കാരെ കാണാൻ, അതിലേറെ ആ വെള്ളത്തിൽ കുളിച്ച് രസിക്കാൻ. നാളെ രാവിലെ ആയാൽ മതി എന്ന് പറഞ്ഞ് കിടപ്പായി. ഉറക്കമേ വന്നില്ല.
ഒടുവിൽ രാവിലെയായി. എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ യാത്രയും പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഒത്തിരി മലകൾ കണ്ടു. എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയാമോ കാണാൻ. പക്ഷികൾ പറന്നുയരുന്നതും മേഘങ്ങൾ പറന്നു പോകുന്നതും എല്ലാം മനോഹരമായ കാഴ്ചയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരമൊന്ന് കാണുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കൂടാതെ ഒരുപാട് പുഴകളും കാണാൻ സാധിച്ചു. പോകുന്ന വഴി നല്ല ആവി പറക്കുന്ന ചായ അച്ഛൻ വാങ്ങി തന്നു. ചൂടോടെ അത് കുടിക്കുമ്പോൾ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് കന്യാകുമാരി എത്തണം. എത്തിയിട്ടോ. എല്ലാ കാഴ്ചകളും കണ്ട് എൻ്റെ കൂട്ടുകാരോട് പിറ്റേന്ന് പോയി വിശേഷങ്ങൾ പറയണം. ദേ കന്യാകുമാരി അങ്ങനെ എത്തി. അയ്യോ, എന്ത് മനോഹരമായൊരു സ്ഥലം. വെള്ളം പതഞ്ഞു പൊങ്ങുന്നു. അമ്മ പാല് തിളപ്പിക്കുന്നതും അരിക്കലം പതഞ്ഞു പൊങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതേ അനുഭൂതിയായി എനിക്ക് തോന്നിയത്. അങ്ങ് ദൂരെ മീൻപിടുത്തക്കാരാണെന്ന് തോന്നുന്നു. കുറേ ബോട്ടുകളിൽ പോകുന്നു. തിരമാല പൊങ്ങിയും താന്നും വരുന്നത് കാണാൻ എന്ത് രസമായിരുന്നെന്നോ. പക്ഷേ എനിക്ക് അതിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അമ്മ ആദ്യമേ പറഞ്ഞു തല്ലുകൊള്ളും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലെന്ന്. എങ്കിലും ഞാൻ ആരാ മോൻ. ഞാൻ അമ്മയെ സോപ്പിട്ട് കാര്യം സാധിച്ചു. കൂടുതൽ ആഴങ്ങളിലേക്കൊന്നും പോയില്ല. കുറച്ചു ദൂരം ചെന്ന് പതിയെ മണൽപ്പരപ്പിലിരുന്നു. തിരകൾ വന്ന് മണൽപ്പരപ്പിനെ തലോടുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. ആ വെള്ളം കാലിലേക്ക് അരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക കുളിരാണ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കടൽ വെള്ളത്തിന് ഉപ്പുരസമാണെന്ന്. എന്നാ പിന്നെ എനിക്കും ഒന്ന് കാണണമല്ലോ ആ രുചി അതാണോ എന്ന്. ഞാനും പതിയെ ഒന്ന് ആ വെള്ളം തൊട്ട് നാവിൽ വെച്ചു. എന്നിട്ട് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അഥവാ കണ്ടാൽ തന്നെ എന്തുവാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അങ്ങ് തീർത്തതല്ലേ എന്ന് ഞാൻ അങ്ങ് കരുതി. പിന്നെ കുറേ അങ്ങ് മാറി മണൽപ്പരപ്പിലിരുന്നു. പഞ്ചാരമണി പോലുള്ള മണലായിരുന്നു കേട്ടോ. ആ മണലിൽ ഞാൻ എഴുതി കടലമ്മ കള്ളി എന്ന്. അങ്ങ് ദൂരെ നിന്ന് ഒരു കൂറ്റൻ തിരമാല വന്നു. കടലമ്മയ്ക്ക് ദേഷ്യം വന്നതായിരിക്കും കേട്ടോ. എൻ്റെ ദേഹം മുഴുവൻ നനച്ചു. അത് മായ്ക്കുകയും ചെയ്തു. കടലമ്മയ്ക്ക് സത്യമുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ അമ്മയെ നമ്മൾ കള്ളിയെന്ന് വിളിച്ചാൽ സഹിക്കോ? ഇല്ലല്ലേ? അതുപോലെ തന്നെയായിരുന്നു ആര്? നമ്മുടെ കടല്. അങ്ങ് ദൂരെ നോക്കിയപ്പോ കണ്ടു ഒരു പ്രതിമ, ഏതോ ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെ. അച്ഛൻ പറഞ്ഞു തന്നു അത് തിരുവള്ളുവരുടെ പ്രതിമയാണെന്ന്. ഇതാരായിപ്പോ ഈ തിരുവള്ളുവർ? പുതിയ പേരാണല്ലോ. അതും അച്ഛൻ തന്നെ സംശയം തീർത്തു. തിരുവള്ളുവർ എന്ന് പറഞ്ഞാൽ തമിഴ് എഴുത്തുകാരനാണത്രേ. അതും തിരുക്കുറല എഴുതിയത്. കൂടാതെ അദ്ദേഹം തത്വചിന്തകനുമായിരുന്നു. വലിയൊരു പ്രതിമയാ കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിപ്പെടണമെന്ന് തോന്നി. ദേ ഇപ്പുറത്ത് വേറൊരു പാറ. അതെന്താ അച്ഛാന്ന് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അത് സ്വാമി വിവേകാനന്ദ പാറയാണെന്ന്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കടലിൽ നീന്തി ചെന്ന് അവിടെ ഇരുന്നാണത്രേ എന്ത് ചെയ്തത്? ധ്യാനത്തിലിരുന്നത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് ആ പാറ പണി കഴിപ്പിച്ചതെന്ന്. എന്ത് ഭംഗിയാണെന്നറിയാമോ തിരമാലകളെല്ലാം വന്ന് ആ പാറയിൽ അടിച്ചിട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ അവിടെ എത്തിയേ തീരൂന്ന് കരച്ചിലായിരുന്നു. ഒടുവിൽ എൻ്റെ വാശി അവിടെ ജയിക്കുകയും ചെയ്തു. അച്ഛൻ നേരെ ഞങ്ങളെ ബോട്ട് ജെട്ടിയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് തെന്നിയും തെറിച്ചും തുള്ളിയും പാഞ്ഞും നമ്മുടെ ബോട്ടിൽ എവിടെ എത്തി? ആ തിരുവള്ളുവരുടെ പ്രതിമയുടെ അടുത്തെത്തി. കാണേണ്ട കാഴ്ചകളെല്ലാം കണ്ടു. നേരെ സ്വാമി വിവേകാനന്ദ പാറയിലേക്ക് പോയി. കാല് ചുട്ടുകൊള്ളുമായിരുന്നു കേട്ടോ. ചൂടല്ലേ, സൂര്യൻ അങ്ങനെ ജ്വലിക്കുക. കാലതുകൊണ്ട് എന്ത് ചെയ്തു? പൊള്ളിപ്പോയി. എന്നാലും സാരമില്ല, പുതിയ കാഴ്ചകളല്ലേ, കൂട്ടുകാരോട് പോയി പറയണ്ടേ എന്നുള്ള മട്ടിൽ ഞാൻ എന്ത് ചെയ്തു? അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തി അകത്ത് പോയി കുറേ നേരം ധ്യാനമിരിക്കുന്ന കണക്ക് ഞാനും അങ്ങ് കണ്ണടച്ചിരുന്നു. ഉറക്കം വന്നതാണോ ധ്യാനിച്ചതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചു. ഒരുപാട് ഫോട്ടോകൾ എടുത്ത് ആ പാറയ്ക്ക് ചുറ്റും നടന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. താഴെ എന്ത് ഒരുപാട് ഞണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൾ കൊണ്ടിങ്ങനെ പായുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞണ്ടിൻ്റെ കാലുകൾ ഇറുക്കുമെന്ന്. ഒന്ന് പിടിച്ചു നോക്കിയാലോ പോയി. എൻ്റെ കുരുത്തക്കേട് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞു? വേണ്ട, അതിന് നീ മുതിരരുത്, നീ കരയേണ്ടി വരും. അങ്ങനെ ഞാൻ എൻ്റെ ആ മോഹം അവിടെ ഉപേക്ഷിച്ചു. നേരെ
എന്ത് ചെയ്തു? ബോട്ടിൽ കയറി. ബോട്ടിന്റെ അറ്റത്താണ് ഇത്തവണ സീറ്റ് കിട്ടിയത്. അയ്യോ, എന്ത് രസമായിരുന്നെന്നോ! അങ്ങ് ദൂരെ നിന്ന് ഒരു ബോട്ട് വരുന്ന കണ്ടു. ഈ ബോട്ടുകാരൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിനെ മാറ്റി നിർത്തി. കാരണം എന്താ? അടുത്തൂടെ പോകാൻ പാടില്ല എന്ന്. അങ്ങനെ എന്ത് ചെയ്തു? സൈഡിൽ കൂടെ വന്ന വെള്ളത്തിൽ ഒരുപാട് ആസ്വദിച്ച് വീണ്ടും കടൽത്തിരയിൽ കളിക്കാൻ തുടങ്ങി. മതിയാവോളം കടൽക്കരയിൽ കുളിച്ചും കളിച്ചും രസിച്ചു നിന്നപ്പോ വയറിനൊരു വിളി തുടങ്ങി. എന്താ? വിശപ്പായി. ഉച്ചയായില്ലേ? നേരെ ഞങ്ങള് ഒരു മുന്തിയ ഹോട്ടലിൽ തന്നെ കയറി. ആദ്യം എൻ്റെ മനസ്സ് പറഞ്ഞത് എന്തായാലും എന്ത് കഴിച്ചാൽ മതി, ചോറ് കഴിച്ചാൽ മതി. അങ്ങോട്ട് നോക്കിയപ്പോൾ അടുത്ത സീറ്റിലിരിക്കുന്ന ആൾ എന്ത് കഴിക്കുന്നു? നല്ല ചിക്കൻ ബിരിയാണി. മനസ്സ് സമ്മതിക്കുവോ? കൊതി വന്നു. എന്നാ പിന്നെ അച്ഛനോട് പറഞ്ഞ് ഞാനും ഓർഡർ ചെയ്തു ചിക്കൻ കാരുള്ളൊരു ബിരിയാണി. ആവി പറക്കുന്ന ബിരിയാണി നല്ല രീതിയിൽ കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ ഒരുപാട് ഇട്ട ബിരിയാണി ആയിരുന്നു. പക്ഷെ ചിക്കൻ്റെ കാലല്ലേ, എരിയെന്ന് പറഞ്ഞ് കളയാനും പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? കടിച്ചു പറിച്ചു ചിക്കൻ്റെ കാലിനെ. എന്നിട്ടോ ആഹാരമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു ബോധ്യമായപ്പോൾ വീണ്ടും കടൽക്കരയിലേക്ക് പോയി. കടൽക്കരയുടെ അവിടുത്തെ ഒരു മണ്ഡപമുണ്ട്. അവിടെ ഞങ്ങൾ ഇരുന്ന് വളരെ നല്ല പാട്ടുകളും എല്ലാം കേട്ടു. അപ്പോഴുണ്ട് കൈനോട്ടക്കാരി വരുന്നു. കൂടെ ഒരു തത്തമ്മയുണ്ട്. ഒന്ന് കൈ നോക്കിയാൽ എന്താ? അച്ഛൻ വഴക്ക് പറഞ്ഞു, ഇനി നിന്നെ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നു. അങ്ങ് മാറി നല്ല പഴുത്ത മാങ്ങയില് മുളക് പൊടി ഇട്ടിരിക്കുന്നു, വെതറി ഇട്ടിരിക്കുന്നു. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നൊരു തോന്നൽ. അച്ഛനോട് പറഞ്ഞു, കഴിക്കുന്ന ആഹാരമല്ലേ, അച്ഛൻ മേടിച്ചു തന്നു. നല്ല രീതിയിൽ കഴിച്ചു. നല്ല മധുരവും എരിയും പുളിപ്പുമൊക്കെ നിറഞ്ഞ ഒരു രുചിയായിരുന്നു. നല്ല രുചി. നേരെ പോയത് കുതിരയുടെ അടുത്തേക്കാണ്. കുതിര ആളുകളെടുത്ത് എന്ത് ചെയ്യും? ഓടിക്കും. എനിക്കും ഒരു കൗതുകം. എന്നാ പിന്നെ ഞാനും കയറാനായി. ഞാനും ചേച്ചി കുതിരപ്പുറത്ത് കയറി. കുതിരക്കുളമ്പടി കേൾക്കുന്ന ആ ശബ്ദത്തിനോടൊപ്പം ഞങ്ങളും ചാടി 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 നല്ല രീതിയിൽ രസിച്ചു. വളരെ നല്ലൊരു യാത്ര. യാത്രയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? തിരികെ വീട്ടിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? നിരനിരയായി കടകൾ ഉണ്ടായിരുന്നു. എല്ലാവരും തമിഴാണേ സംസാരിക്കുന്നത്. എനിക്ക് തമിഴ് വശമില്ല, ഇംഗ്ലീഷോ പറയാൻ പഠിച്ചിട്ടുമില്ല. നമുക്ക് നമ്മുടെ മാതൃഭാഷയിലേ ഉള്ളൂ. ഞാൻ ചൂണ്ടിക്കാണിക്കും, അവരെടുത്തു തരും. അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വീട്ടിലോട്ട് പോകാനുള്ള സമയമായപ്പോൾ അതിയായ സങ്കടം തോന്നി. പക്ഷെ ഒരു സന്തോഷം തോന്നി. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആ കടൽ കണ്ടു. കടൽ തിരമാല കണ്ടു. എന്ത് ഭംഗിയാണെന്നോ ആ കടൽ തിരമാല കാണാൻ. പാലും നുരഞ്ഞു പൊന്തുന്നത് പോലെ മനോഹരമായ കാഴ്ച. ആ കടലിന്റെ അങ്ങറ്റം എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പോകുമ്പോൾ കയ്യെത്തി പിടിക്കാൻ പറ്റുമോ? സൂര്യൻ അവിടെയല്ലേ താന്നു പോകുന്നത്? അവിടെ പോയാൽ സൂര്യനെ തൊടാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഈ വിഡ്ഢിത്തം പുറത്തു പറഞ്ഞാൽ അമ്മയച്ഛനെ കളിയാക്കിയാലോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇനിയും തിരിച്ചു വരണമെന്ന് ഒരുപാട് മോഹവും ഉണ്ട്. കൂട്ടുകാരോട് പറയാൻ ഒത്തിരി കഥകളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. നേരം സന്ധ്യയായി. സൂര്യൻ കടലിൽ അസ്തമിക്കുകയും ചെയ്തു. ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത, വളർന്നു വലുതാവുമ്പോഴും ഓർത്തു നിൽക്കുന്ന ആദ്യത്തെ എൻ്റെ അനുഭവം കടലാണ്. ആ കടൽ തിരമാലകളെ തഴുകി ഉണർത്തുന്ന നല്ലൊരു ഓർമ്മയായി എന്നും എൻ്റെ മനസ്സിൽ ഈ യാത്രയുണ്ടാകും. മക്കളെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ്, നിങ്ങൾക്ക് സൈഡിൽ ഇതുപോലെ ആയിരിക്കത്തില്ല ഞാൻ എഴുതി കാണിച്ചത് അല്ലേ? ഇതിൽ ചുരുക്കിയായിരിക്കും ഞാൻ എഴുതി കാണിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂടാ? എഴുതി ഫലിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണം? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടുന്ന രീതിയിലായിരിക്കണം. നമ്മുടെ മനസ്സിൽ ഇത്രയും സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ചുരുക്കിയൊക്കെ എഴുതാനായിട്ട് സാധിക്കും. നമുക്കപ്പോൾ ഇവിടെ തലക്കെട്ട് എന്ത് കൊടുക്കാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം അല്ലേ? നമ്മൾ തിരമാല കണ്ടു, വിവേകാനന്ദ പാറ കണ്ടു, തിരുവള്ളുവരുടെ പ്രതിമ കണ്ടു, അവരാരാണെന്നറിഞ്ഞു, പിന്നെ കപ്പലിൽ യാത്ര അല്ലേ, ബോട്ടിൽ യാത്ര ചെയ്തു, എന്തെല്ലാം ചെയ്തു, മാങ്ങ കഴിച്ചു, പിന്നെ എന്ത് ചെയ്തു? കുതിരയിൽ കയറി, എല്ലാം ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രയുടെ തലക്കെട്ട് കൊടുക്കാൻ പാടില്ലേ? എന്ത് കൊടുക്കാമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ തലക്കെട്ട് കൊടുക്കുവാണേ ഇങ്ങനെ കൊടുക്കും. എങ്ങനെ കൊടുക്കുമെന്നറിയാമോ? എന്ത് കൊടുക്കാം? കരയിലേക്കല്ലേ കടൽ തിരമാല വന്നടിയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? തിരിച്ചു പോവുകയും ചെയ്യും അല്ലേ? നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? കരയെ തൊട്ടുണർത്തുന്ന കടൽ. എന്ത് കൊടുക്കാം? കരയെ തൊട്ടുണർത്തുന്ന കടൽ.
അപ്പോൾ കടല് എനിക്കും നിങ്ങൾക്കും എന്നും ഒരു കൗതുകമാണ് അല്ലേ? നമുക്ക് അങ്ങ് എത്തിപ്പെടണമെന്നൊക്കെ തോന്നും. അപ്പോൾ ആ മഹാത്ഭുതമായ ലോകത്ത് എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ചെറുതായിട്ട് നിങ്ങൾക്കൊരു വിവരണം തരാൻ സാധിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എഴുതേണ്ട രീതി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ചെയ്യുക, യാത്രാവിവരണക്കുറിപ്പൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക, നല്ല ഭംഗിയായിട്ട് എഴുതുക. അപ്പോൾ ഇന്ന് അവധി ദിവസമാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, പിന്നെ എന്ത് ചെയ്യുക, പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക. ഇടയ്ക്ക് എൻ്റെ ക്ലാസ് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അപ്പോൾ മക്കളെ, അടുത്ത ദിവസം വീണ്ടും കാണാം. കാണുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.